അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൽത്തപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3 കപ്പ് അരി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് കുതിർത്തതിന് ശേഷം നമുക്ക് ശർക്കരൻ്റെ പാനിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടി ലേശം ചോറ് കൂട്ടി കൊടുക്കണം കേട്ടോ. 3 കപ്പ് അരിയാണെങ്കിൽ നമുക്ക് ഒരു 1.25 കപ്പോളം നമുക്ക് ചോറ് എടുക്കാം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതും തന്നെ നല്ല ഒന്നങ്ങോട്ട് അരച്ചെടുക്കാം. അതും ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല മധുരം വേണം കേട്ടോ. ഇനി നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിപ്പൊരി കേട്ടോ. അതിന് ശേഷം നല്ല ഒന്നങ്ങണ്ട് മിക്സിയിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങേൻ്റെ കൊത്ത് ഇട്ട് കൊടുക്കണം. അത് വറുത്തിട്ട് ചേർത്ത് കൊടുക്കണം ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഞാൻ മിൽമ നെയ്യ് ഉണ്ടല്ലോ, നമ്മൾ പശുവിൻ്റെ നെയ്യ് ചേർത്തിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം. അത് കൽത്തപ്പത്തിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രൗൺ കളറായി വന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. ആ എണ്ണയുടെ നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്ത ആ എണ്ണയ്ക്ക് തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മുടെ മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു പലഹാരം കൂടിയാണ് കേട്ടോ കൽത്തപ്പം. അപ്പോൾ ഞാനൊരു പരിപാടി ഉണ്ടായിരുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. 3 കൽത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി നമുക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ ബാറ്റർ ഒന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഉള്ളിയൊക്കെ 2 ചുറ്റുഭാഗത്തും ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നടുക്കൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കട്ടോ. അതൊരു ഡെക്കറേഷൻ നല്ല കാണാനും തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ കാരം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയിട്ട് തൂമിച്ചെടുക്കുന്ന നല്ലൊരു ടേസ്റ്റിയാണ് ഈ കാരം കേട്ടോ. ഉള്ളിയിട്ട് തൂമിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതെല്ലായിടത്തും നടക്കും, എല്ലാ ഭാഗത്തും ഒന്നങ്ങണ്ട് ആക്കി കൊടുക്കുക കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഒന്നങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതും വറുത്തിട്ടാണെങ്കിൽ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ തേങ്ങേൻ്റെ കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ല ഒന്ന് അടച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമുക്കത് ഈ ഗ്ലാസിൻ്റെ പാത്രത്തിനുള്ളിൽ കൂടി നമുക്ക് കാണാം. നമുക്ക് വെന്തിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടി കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ പിന്നെ വെന്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റി പിടിക്കില്ല, വെന്തിട്ടില്ലെങ്കിൽ പറ്റി പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. കമിഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല സോഫ്റ്റായി കിട്ടിയിട്ട് കരിയ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്നങ്ങോട്ട് ആ പാത്രത്തിലിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കാം. ആ ഭാഗം കൂടി ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ബലം വേണ്ട, എന്നൊരു സോഫ്റ്റും കൂടി വേണം. അതിന് വേണ്ടി ഒന്നുകൂടി അടുപ്പത്തിട്ടിട്ട് ഒന്നങ്ങോട്ട് ചെറിയ ഇതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനത് നടൊന്ന് പൊളിച്ചു കൊടുത്ത് നോക്കി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. തൊടാൻ പറ്റണില്ല, ഭയങ്കര ചൂടാണ്. എന്നാൽ പൊളിച്ചിട്ട് കാണിച്ചെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഭയങ്കര ചൂടുകൊണ്ട് പറ്റണില്ല കേട്ടോ. കണ്ടില്ല, ചൂടുകൊണ്ട് പറ്റണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. 3 നല്ല സോഫ്റ്റായിട്ട് കിട്ടി, നല്ല മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റി കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.